മാതാപിതാക്കൾക്ക് പരിശീലനം ആവശ്യമുണ്ടോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പരിശീലനം നേടിയിട്ടാണോ മക്കളെ വളർത്തിയത്? പക്ഷെ കാലം മാറുകയാണ്. പുതിയ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ അധികം പരിശീലനം ആവശ്യമുള്ള ഒരു ടാസ്ക്കായി മാറുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്കും പരിശീലനം ആവശ്യമുണ്ട്. അത് ശാസ്ത്രീയമായ പരിശീലനം തന്നെയായിരിക്കണം എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇനി പാരൻറ്റിങ് എന്നുള്ളത് എന്തിനാണ്, എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാളും എളുപ്പം ഒരു രാജ്യം ഭരിക്കലാണ് എന്ന ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പഴമൊഴി എത്രത്തോളം അന്വർത്ഥമാണ് എന്ന്. മാതാപിതാക്കൾക്കും പരിശീലനം ആവശ്യമുണ്ട്, ശാസ്ത്രീയമായ പരിശീലനം അതൊരു കലയാണ്, ഒരു ശാസ്ത്രവുമാണ്. പാരൻറ്റിങ് ഈസ് എൻ ആർട്ട് ആൻഡ് എ സയൻസ്. എന്തിനാണ് പാരൻറ്റിങ്? മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് ശരിയായ രീതിയിൽ പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യം നല്ല ആരോഗ്യമുള്ള മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും. ആരോഗ്യമുള്ള മക്കൾ എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസികാരോഗ്യമുള്ള മക്കൾ എന്നത് തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ രക്ഷാകർത്താക്കൾ മാനസികാരോഗ്യമുള്ള മക്കളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുമ്പോൾ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നല്ല മാനസികാരോഗ്യമുള്ള മക്കൾ ഉണ്ടാകുമ്പോഴാണ് നല്ല മാനസികാരോഗ്യമുള്ള സമൂഹവും നല്ല മാനസികാരോഗ്യമുള്ള ലോകവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നല്ല മാനസികാരോഗ്യമുള്ള മക്കളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് മാനസികാരോഗ്യമെന്ന് നമുക്ക് പരിശോധിക്കണ്ടേ? വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ പരിശോധിക്കാവുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തോടുള്ള അതിയായ ആഗ്രഹമാണ്. നിങ്ങൾ നന്നായി ജീവിക്കുന്നുണ്ടോ? വളരെ സന്തോഷപൂർവമായ ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ജീവിതത്തോട് നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങൾ നല്ല രീതിയിൽ അടിപൊളിയായി ജീവിച്ചു പോവുകയാണോ ചെയ്യുന്നത്, അല്ല വെറുതെ കഴിഞ്ഞുകൂടുകയാണോ ചെയ്യുന്നത്? ഒന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ അറിയാം ജീവിതത്തോട് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന്. രണ്ടാമത്തെ മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവാണ്. പലപ്പോഴും നമ്മളെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണമെന്നില്ല. ആ സാഹചര്യങ്ങളെ മാറ്റുന്നതിനേക്കാളും എളുപ്പം പലപ്പോഴും നമ്മൾ മാറുന്നതാണ്. അങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ കൂടി അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളോടുകൂടി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവാണ് മാനസികാരോഗ്യത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. മറ്റൊരു പ്രധാനപ്പെട്ട മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണം നല്ല വ്യക്തിയാന്തര ബന്ധങ്ങളാണ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? ആ സുഹൃത്തുക്കളും ഒക്കെയായി നിങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ ബന്ധപ്പെടാറുണ്ടോ? അതാണ് മാനസികാരോഗ്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അളവുകോൽ. ഇനി ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട മാനസികാരോഗ്യത്തിൻ്റെ ഒരളവുകോലാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ആ സഹിഷ്ണുത നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് അനുകൂലമല്ലാത്ത സാഹചര്യത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഈ 4 അളവുകോൽ വെച്ച് ഏതൊരു രക്ഷിതാവിനും പരിശോധിക്കാവുന്ന ഒന്നാണ് മാനസികാരോഗ്യം എന്നത്. മാനസികാരോഗ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയും. ഇതുപോലെ പാരൻറ്റിങ് എന്നത് എന്താണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാനും അതുവഴി നിങ്ങളുടെ കുട്ടിയുടെ ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും അതുവഴി
കുട്ടികളെ സഹായിക്കാനും ഉതകുന്ന വീഡിയോകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാരൻറ്റിങ് സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്.